ഇറങ്ങി ഓടുന്നത് തെറ്റാണ്. ഏത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി? ഓടുന്നത് തെറ്റാണോ? തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓട്. പിന്നെ നിങ്ങളെ കടിക്കാൻ വരുമ്പോൾ ഞാൻ നിന്ന് കൊടുക്കണം. എങ്ങനെയുണ്ട്? അപ്പൊ കാലത്തിന് മുമ്പ് സഞ്ചരിക്കുന്ന ഒരു നടൻ എന്ന് ഷൈൻ ടോം ചാക്കോയെ ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പൊ ഷൈൻ ടോം ചാക്കോ ഓടിയതുമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ എടുത്തിട്ട് കുടയുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ഹോട്ടൽ പരിശോധന നടക്കുന്ന പോലീസിനെ കണ്ണുവെട്ടിച്ച് ജനലിൽ കൂടി ചാടി സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതായിട്ടാണ് വാർത്ത വരുന്നത്. അപ്പോൾ അതിനുശേഷം പോലീസ് അന്വേഷണത്തിലാണെന്നും അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ചില ചാനലുകൾ പൊള്ളാച്ചിയാണെന്ന് പറയുന്നു. അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷൂട്ടിംഗ് തിരക്ക് തന്നെയായിരിക്കും. അത് ഏതായാലും പോലീസ് അന്വേഷിച്ച് അവിടെ പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഇതിനകത്ത് വിൻഫി അലോഷ്യഫ് അല്ലേ എന്ന് പറയുന്ന ഒരു നടി ഒരു പരിപാടിക്ക് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പരിപാടിക്കിടയിൽ തുറന്നു പറച്ചിലുണ്ടായി. ലഹരി ഉപയോഗിക്കുന്നവരുടെ പടങ്ങളിൽ ഞാൻ അഭിനയിക്കത്തില്ല എന്ന് തുറന്നു പറഞ്ഞു. പക്ഷേ ഇത് എത്രയും വലിയ ഭൂതമാണ് എന്നുള്ളത് പാവം ബിൻഫി അറിഞ്ഞില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ അത് നമ്മുടെ ഫിലിം ചേംബറിനെ, അമ്മയ്ക്ക്, അതുപോലെ അങ്ങനെ സംഘടനകൾക്കെല്ലാം പരാതിയായിട്ട് കൊടുക്കുന്നു. പരാതി കൊടുത്തു. ഫിലിം ചേംബറിൻ്റെ എപ്പോഴും എന്തെങ്കിലും ഫജി നന്ദിയാട്ട് എന്ന് പറയുന്ന വ്യക്തി ചാനലിൻ്റെ പരിപാടിക്കെതിരെ പേരങ്ങ് പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയാണ് ആ വ്യക്തി എന്നുള്ളത്. അപ്പം ബിൻഫി എന്ന് പറയുന്നത് ഞാൻ ആ പടത്തിൻ്റെ ആളിൻ്റെ പേരോ പടത്തിൻ്റെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കാരണവശാലും അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞാണ് ഞാൻ പരാതിപ്പെട്ടത്. കാരണം ആ പടത്തെ ഒരു തരത്തിലും ബാധിക്കരുത് എന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിൻഫി അത് തുറന്നു പറഞ്ഞതും പരാതി കൊടുത്തതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കുന്നു എന്ന് ബിൻഫി ഇന്നലെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളത് വിടാൻ തയ്യാറല്ല. മാധ്യമങ്ങൾ നോക്കുമ്പം ഇന്നലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ മൊത്തം പ്രചരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനുശേഷം ഷൈൻ ടോം ചാക്കോയെ കാണാതെ പോകുന്നു. ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണിത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പോലീസ് എന്ത് അന്വേഷിക്കുമെന്ന് എനിക്ക് മനസ്സിലാകത്ത്. ഏതായാലും ബിൻഫി എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതി പോലീസിൻ്റെ പക്കലില്ല. അതുപോലെ പരാതി കൊടുക്കത്തില്ലെന്ന് ബിൻഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് തരത്തിൽ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാനൊക്കെ പറ്റും എനിക്കറിയില്ല. അതുപോലെ ഓടിയതിൻ്റെ പേരിൽ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ? അതാണ് ഷൈൻ ടോം ചാക്കോ. ഇത് ഈ പരിപാടിയിലല്ല പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇതിന് വളരെ നേരത്തെ മുമ്പ് ഒരു അടി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇരുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അത് സ്റ്റേജിൽ നിന്നോ തിയേറ്ററിലോ ഇറങ്ങി ഓടിയൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ ഓടിയന് കേസെടുക്കാൻ പറ്റും, ഓടിയത് തെറ്റാണ്. ഇത് തന്നെയായിരിക്കാം ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഉത്തരമുണ്ടെന്ന്. അല്ലെങ്കിൽ അദ്ദേഹം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്തണം. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തികളെ, കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അത് അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ആ അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിനകം അവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നുവെന്നും അവരുടെ മൊഴിയുടെ പുറത്ത് ചിലപ്പം അറസ്റ്റ് ചെയ്യാം. ഇതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഷൈൻ ടോം ചാക്കോയെ എങ്ങനെ അറസ്റ്റ് ചെയ്യും, എങ്ങനെ കേസെടുക്കും എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ മാധ്യമങ്ങൾ വാർത്തയാണ് പ്രാധാന്യം. അവർ ഷൈൻ ടോം ചാക്കോയുടെ പുറകെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ചാനലുകൾ പറയുന്നു ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്ക് കടന്നു, പൊള്ളാച്ചിയിലേക്ക് പോയി എന്നൊക്കെയുള്ള വിചാരണകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക അല്ലേ? ഇതാണ് അവസ്ഥ. ഇതിനിടയിൽ നിർമ്മാതാവ് ഭയങ്കര ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. കാരണം ഈ പടത്തിൻ്റെ പോസ്റ്റർ ഇന്നലെ തന്നെ പുറത്തിറക്കി. സൂത്രവാക്യം എന്ന് പറയുന്ന പോസ്റ്റായിരുന്നു. സത്യം പറയാമല്ലോ, സിനിമയൊക്കെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു പടം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഇന്നലെ ഈ പ്രശ്നമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനൊരു പടം ഉണ്ടെന്നും ഇതിനകത്ത് ഇവർ രണ്ടുപേരും നായകനും നായികയായിട്ട് അവതരിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി.
എത്ര കോടി രൂപ വേണമായിരിക്കും പ്രൊമോഷൻ നടത്തണം അല്ലേ? നിസാരം ഈ ചെറിയൊരു കേസ് കൊണ്ട് ഇത് മൊത്തം പബ്ലിസിറ്റിയായി. അതുപോലെ ചിലരെങ്കിലും എനിക്കും ആ പടം ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നും തോന്നലുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ എത്രയോ ആൾക്കാർക്ക് തോന്നലുണ്ടായി കാണും. അതാണ് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തുക എന്നുള്ളത്. ഇതിന് താഴെ വന്നേക്കുന്ന പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഇത് പ്രൊമോഷൻ്റെ ഭാഗമായുള്ള ഒരു സ്റ്റോറി ആയിരുന്നോ ഇത് ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതായാലും ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ഈ പോസ്റ്റർ പുറത്തു വിട്ടത്. അത് ടാഗ് ചെയ്തിട്ടുണ്ട്, ബിൻഫിയും ടാഗ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അവർക്ക് രണ്ടുപേർക്കും യാതൊരുവിധ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ബിൻഫി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോടും പരാതിയില്ല, ഒരു പരാതിയും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ബിൻഫി അലോഷ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഇതെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണോ ഈ ചിത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി എന്ന് ചോദിക്കുന്നത് തെറ്റില്ല അല്ലേ? വിവാദം ഉണ്ടാക്കി അതിലൂടെ പണം കൊയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ശീലം. അത് തന്നെയാകാം ഒരുപക്ഷെ, നമുക്കും അറിയില്ല. ഇതിനിടയിൽ ഈ പടം സംവിധാനം ചെയ്യുന്ന യൂജിൻ ജോഫ് ചിറമീൽ എന്ന് പറയുന്ന വ്യക്തിയാണ്, നവാഗത സംവിധായകനാണ്. എനിക്ക് തോന്നി ഈ നവാഗത സംവിധായകരെ സംബന്ധിച്ച് ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. കാരണം ആദ്യ പടത്തിലേക്ക് വളരെ പ്രതീക്ഷയോടും സങ്കല്പങ്ങളോടും ഒക്കെയാണ് ഒരു പടം സംവിധാനം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങി വരുന്നത്. സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും സ്വപ്നം ഇത് തന്നെയായിരിക്കും. അഭിനയിക്കുന്നവരുടെ സ്വപ്നം ഒരു പടത്തിലെങ്കിലും അഭിനയിക്കണം എന്നായിരിക്കും. തിരക്കഥാകൃത്തിൻ്റെ സ്വപ്നം തിരക്കഥ എഴുതണമെന്നായിരിക്കും. അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യ സിനിമ എന്ന് പറയുന്നത് അവർ വളരെയധികം എന്താ പറയുന്നത്, സ്നേഹത്തോടും ബഹുമാനത്തോടും ഒക്കെ നോക്കിക്കാണും സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ആ പടം ഇറങ്ങണമെന്നും ആ പടം വലിയ ഹിറ്റാവണമെന്നും. അപ്പോൾ ആ നവാഗത സംവിധായകനെ സംബന്ധിച്ച് ഇത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിന്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എല്ലാം പ്രൊമോഷനാകുന്ന കാലമാണ്. അവരും അറിഞ്ഞു. ഇപ്പം മാധ്യമങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂത്രവാക്യം എന്ന് പറയുന്ന പടം ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതെന്തുമാത്രം പോസ്റ്റർ, എത്ര ലക്ഷക്കണക്കിന് രൂപ വേണമായിരുന്നു ഇത് ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് എത്താൻ. അത് കൃത്യസമയത്ത് ആ നിർമ്മാതാവ് ആ പോസ്റ്ററും ഇറക്കി വിട്ടപ്പോഴത്തേന് ആ പടത്തിന് ഹൈപ്പങ്ങ് കൂടി. ഏതായാലും ഞാൻ ആ ചിത്രം ഒന്ന് കാണണം എന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ആ ചിത്രം ഇറക്കി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കളക്ഷൻ കൂടും എന്ന് തോന്നുന്നു. പിന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് വരുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത് ഗോവിന്ദ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആദ്യമൊരു കേസുണ്ടായിരുന്നു, യാതൊരു തെളിവുമില്ല എന്നുള്ള രീതിയിൽ ചുമ്മാ വിട്ടുകളഞ്ഞു. അപ്പം അത് പോലീസുമായിട്ട് ഒത്തുകളിച്ചു എന്നൊക്കെയുള്ള പറച്ചിലുണ്ട്. ഇത് എവിടം വരെ പോകാനല്ലേ? അല്ലെങ്കിൽ ഏത് തരത്തിൽ കേസെടുക്കും? തിയേറ്ററിൽ നിന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയൻ്റെ പേരിലോ എങ്ങനെ കേസെടുക്കും? അതിന് പല ന്യായീകരണങ്ങളും പുള്ളിയുടെ കൈ കാണും. പുള്ളി അത് തുറന്നു പറയുകയും ചെയ്യും. പോലീസ് മാറും. ഈ മാധ്യമങ്ങൾ ഇന്ന് ഒരു ന്യൂസ് കിട്ടുന്നു, നാളെ മറ്റൊരു ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകും. ഇതെല്ലാം കേട്ടിരിക്കുന്ന നമ്മൾ ഇളിഫനായി ഇങ്ങനെ ഇരിക്കും. ഷൈൻ ടോം ചാക്കോ ഇപ്പം അറസ്റ്റ് ചെയ്യും, ഇപ്പം കോടതി ശിക്ഷിക്കും എന്നൊക്കെ കേട്ട് അറസ്റ്റ് ചെയ്താലെന്താ, കേസ് എടുത്താലെന്താ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഷൈൻ ടോം ചാക്കോ വീണ്ടും സിനിമയിൽ വരും. പക്ഷേ ഇത് പുറത്തു വിട്ട ബിൻഫി ഒരു പക്ഷേ ഇനിയും ചിത്രങ്ങൾ കിട്ടാതെ നരകിക്കാനും സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.